ഫിഫ ചതിച്ചു, അർജന്റീന ചതിച്ചു എന്ന് പറഞ്ഞ് തല്ലുകൂടിയ ആളുകൾ, സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങളും ഒരുപാട് ഡിബേറ്റുകൾ നടത്തിയ ആളുകൾ ഇന്ത്യക്കാരെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഓൾറെഡി നമ്മുടെ രാഷ്ട്രീയം ചതിക്കപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും ചതിക്കപ്പെട്ടു. നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെമോക്രസിയെ കുറിച്ചിട്ട് നമ്മളൊക്കെ പഠിച്ച 9ാം ക്ലാസ്സിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഡെമോക്രസി ഈസ് ദ ബെറ്റർ ഫോം ഓഫ് ഗവൺമെൻറ് ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് അക്കൗണ്ടബിൾ ഫോം ഓഫ് ഗവൺമെൻറ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ് രീതി. ഉത്തരവാദിത്തമാണ്. ചോദ്യം ചോദിക്കുന്നവരെ തറങ്കലിലടയ്ക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം, മതം പറയുന്ന ആളുകൾ, രാഷ്ട്രീയം പറയുന്ന ആളുകൾ, ഇതൊക്കെ പറയുമ്പോൾ തല്ലുണ്ടാക്കാനും കൂട്ടുപിരിയാനും വരുന്ന ആളുകൾ, ഇവരൊന്നും വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞാൽ വരാറില്ല. ആശുപത്രികളെ കുറിച്ച് പറഞ്ഞാൽ അവർ ചെവി പൊത്തും. രാഷ്ട്രീയം പറഞ്ഞാൽ അവർ ചാനൽ മാറ്റും. കാരണം ഇവരാരും പോരാടുന്നതോ ഇവരാരും രാഷ്ട്രീയ കൊടികൾ ഉയർത്തുന്നതോ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടോ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. അവർക്ക് പരസ്പരം നോക്കുമ്പോൾ ഞങ്ങളാണ് ശക്തിമാൻ, ഞങ്ങളാണ് ഏറ്റവും ശക്തിയുള്ള ആളുകൾ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ജന്തർ മന്ദറിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റണം. ഒരുപക്ഷെ എല്ലാവർക്കും നമ്മുടെ കാലുകൾക്ക് ജന്തർ മന്ദറിലേക്ക് എത്താൻ പറ്റണമെന്നില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പറ്റും. അത് രാവിലെ അമ്പലത്തിൽ പോകുന്നവരാകട്ടെ, പള്ളിയിൽ പോകുന്നവരാകട്ടെ, കുർബാന ചെല്ലാൻ പോകുന്നവരാകട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൂടി നമ്മളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് വിജയം കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം.